അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മിറാക്കിൾ ഫ്രൂട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ, അത്ഭുത ഫ്രൂട്ട്. അത് അത്ഭുതം തന്നെയാണ്. ഇത് നിൽക്കണുണ്ടോ, ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് കേട്ടോ. ഇതിനകത്തുണ്ടായി നിൽക്കുന്നുണ്ട്, വേണ്ട. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? ഇത് കഴിച്ചിട്ട് നമ്മൾ എത്ര ചെറുനാരങ്ങ, എത്ര പുളിയുള്ള സാധനം കഴിച്ചാലും നമുക്ക് മധുരമായിട്ട് അനുഭവപ്പെടും എന്നാണ് പറയണത്. എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. എന്നാലും ഒരെണ്ണം കഴിച്ചു നോക്കാം. എന്നിട്ട് ചെറുനാരങ്ങ നമുക്കൊന്ന് കണ്ടിച്ച് കഴിച്ചു നോക്കാം. സംഭവം അറിയണമല്ലോ. ഇതിനകത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇതിനകത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുവാണോ, എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിലെ ഒരെണ്ണം കഴിക്കുകയാണ്. ഇതിപ്പം മിറാക്കിൾ ഫ്രൂട്ട്. ഓക്കെ, കടിച്ചു പിടിച്ച് കഴിഞ്ഞോ? ഒരെണ്ണം തിന്നണോ? ഓർമ്മ മതി. ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം വായിലൊന്നും ആയാൽ മാത്രം മതി കേട്ടോ. അതിന് ശേഷം ചെറുനാരങ്ങ. എനിക്ക് ഇത് കഴിക്കാൻ ഇച്ചിരി ഭയമുണ്ട്, പേടിയുണ്ട്. അല്ലെങ്കിൽ തന്നെ എനിക്ക് പുളി പറ്റില്ലാത്ത. അപ്പോൾ ആദ്യമേ നമ്മളിത് പുളിയെ മാങ്ങയുണ്ട്, മാങ്ങ പുളിയുള്ളായിരുന്നോ? ശരിക്കും മാങ്ങ പുളിയുള്ളായിരുന്നാണ് പറയണേ കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് സാധനം മേടിക്കുമല്ലോ, മധുരനാരങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ. അപ്പോൾ നമ്മൾ ഈ എൻ്റെ കയ്പുണ്ട്, തൊണ്ടിൻ്റെ കയ്പുണ്ട്, അത് പറ്റാ നീര്. അപ്പോൾ മധുരനാരങ്ങ എന്നൊക്കെ പറഞ്ഞ സംഭവം ഇതാട്ടോ. അപ്പോൾ ഇതാ ശരിക്കും ഉള്ളത് തന്നെ മിറാക്കിൾ ഫ്രൂട്ട്. നല്ല പഴുത്ത് തുറന്നെടുത്ത് കഴിക്കുക. ശേഷം ഏറ്റവും ഇത് ആദ്യം കഴിച്ചു വയ്ക്കുക. നിങ്ങൾ കഴിച്ചു വയ്ക്കുക. കഴിച്ചിട്ട് പോന്നാ നമ്മുടെ മോനുണ്ട് റാസി, അവനോട് ആദ്യം കഴിച്ചു നോക്കാം. ഇവിടെ വാ, ഇത് പുളിയുള്ള സംഭവമാണെന്നുള്ളത് നീ കഴിച്ചു വയ്ക്കുക. ആ മുഖത്തെ എക്സ്പ്രഷൻ കാണട്ടെ, എങ്ങനെയുണ്ട്? പുളിയുണ്ടോ? ഇത് എത്ര നേരത്തേക്ക് കിട്ടും? ഇത് 2.5 മണിക്കൂർ നേരത്തേക്ക് കിട്ടും കേട്ടോ. അവനാ നമുക്ക് ഈ ഇതിന് മധുരം കൂടി വരുന്നു. അപ്പോൾ നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഇപ്പം മിറാക്കിൾ ഫ്രൂട്ട് റാസിക്ക് കൊടുത്തിരിക്കുകയാണ് പകുതി, ഒരു കഷ്ണത്തിൻ്റെ പകുതി. അത് ഇവൻ കഴിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ മാങ്ങ ഫസ്റ്റിൽ കഴിച്ചു. ഞാനിത് കഴിച്ചിട്ടാണ് ഇത് രണ്ടും കഴിക്കണത്. മിറാക്കിൾ ഫ്രൂട്ട് അവൻ കഴിച്ചു. ഇനി ആ മാങ്ങയുടെ മാങ്ങ നാരങ്ങ, അതെ ചെറുനാരങ്ങ. ഇനി അതെടുത്ത് മാങ്ങ കൊടുത്ത്. പഴുത്ത മാങ്ങയായി കണ്ടാ, മിറാക്കിൾ ഫ്രൂട്ട് പഴുത്ത മാങ്ങയായി. ഇത് നമ്മുടെ മോനാട്ടോ, എന്നെക്കാൾ പൊക്കൊക്കെ വെച്ചാണ്ട, മുഹമ്മദ് റാസി. അപ്പം മിറാക്കിൾ ഫ്രൂട്ട് നമ്മൾ സംഭവം രക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ മാങ്ങ മേടിക്കും, മറ്റേ സിന്ദൂരെന്ന് പറഞ്ഞ മാങ്ങകൾ കിട്ടും. ആ മാങ്ങയൊക്കെ മേടിക്കുന്നതെല്ലാം തന്നെ തൊണ്ട് കളറ് മഞ്ഞയായിരിക്കും, പക്ഷേ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മിറാക്കിൾ ഫ്രൂട്ട് ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഇത് ചെത്തി എത്ര കിലോ വേണമെങ്കിൽ 2.5 മണിക്കൂർ നേരത്തേക്ക് എത്ര കിലോ വേണമെങ്കിലും നിസ്സാര വിലയ്ക്ക് കിട്ടും. 3 കിലോ 100 രൂപ 4 അങ്ങനെ കിലോയ്ക്ക് കിട്ടുകയും ചെയ്യും. നല്ല പഴുത്ത മാങ്ങ കഴിക്കുകയും ചെയ്യാം. ഇതുണ്ട്. ഇത് പോരെണ്ണം കൊണ്ട് 2 പേർക്കൊക്കെ സുഖമായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റും. മോനെ ശരിക്കും മിറാക്കിൾ തന്നെ. അപ്പോൾ ഓക്കെ.